എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് സൂക്ഷിച്ചു നോക്കി എന്നുള്ളത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. കർത്താവേ, നിന്നെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കാൻ, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ, ശ്രദ്ധയോടെ നോക്കാൻ, സ്നേഹത്തോടെ നോക്കാൻ, ഞങ്ങൾ കണ്ടത്, കൈകൊണ്ട് സ്പർശിച്ചത് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ നോക്കിയാൽ മതിയായിരിക്കും. കർത്താവിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേൾക്കേണ്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്, ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ നിമിഷവും നമ്മൾ ഉടമ്പടി പരിചരണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിനെ കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, കൈകൊണ്ട് സ്പർശിക്കാൻ അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. നീ ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ, മറ്റു വിജാതിയാണോ, മറ്റ് ജാതിയിലുള്ളവരാണെന്നോ കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ സാക്ഷിയാണോ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവ മനുഷ്യരാശിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ സാക്ഷിയാണോ നീ? പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ, വളർത്തണമേ. ഓ ദിവ്യകാരുണ്യമേ, ആരാധനയുടെ നിമിഷങ്ങളിലെ ഞങ്ങളിൽ അഭിഷേകമായിക്കൊണ്ട് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി, ഉത്തരവാദിത്വമുള്ള സുവിശേഷ പ്രവർത്തകരായി, ഉടമ്പടിയുടെ പ്രയോക്താക്കളായി, മറിയത്തിന്റെ കൂട്ടുവേലക്കാരായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 8:25. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി.
കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പം കർത്താവിനെ കാണുന്നതും സൂക്ഷിച്ചു നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ നോക്കിയാൽ കർത്താവിനെ കാണുന്ന നിർബന്ധമില്ല. നമ്മളിത് സീരിയസ് ആണെന്ന് നോക്കണം. ഒരു സീരിയസ് ലുക്ക്. ഉടമ്പടി നമുക്ക് വെറുതെ ഒരു ഉടമ്പടി എടുക്കാം, പക്ഷെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ സൂക്ഷിച്ചാണ് ഉടമ്പടി എടുക്കണമെന്ന്. സൂക്ഷിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ആരാധനയിൽ ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയെ സൂക്ഷിച്ചു നോക്കി കാഴ്ച പ്രാപിച്ചത് മറ്റുള്ളവർക്ക് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷിയാകാൻ വേണ്ടി അങ്ങയെ സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് സാക്ഷികളാകാൻ ഞങ്ങളെ പ്രത്യേക അഭിഷേകം ചെയ്യണം. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ് നിന്റെ ഇടപെടലുകള് സുവിശേഷ സാക്ഷ്യമായി ലോകത്തിന് കൈമാറാൻ ആവശ്യമായ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും സാക്ഷിയാകാൻ അതുവഴി അങ്ങയെ ഏറ്റുപറയുവാനും ഞങ്ങളെ വിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിനും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വിനീത റോബർട്ട്, സ്ഥലം തൃശ്ശൂർ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 നവംബർ 7-ാം തീയതിയാണ്. അതിനു മുൻപ് എനിക്ക് കൃപാസന മാതാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ആ സമയങ്ങളിൽ കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 2022 ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര തകർച്ച വരികയും കടബാധ്യതയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ആത്മഹത്യക്ക് ഞങ്ങളുടെ കുടുംബം ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ കൃപാസനത്തിലേക്ക് ഒന്ന് പോവാം എന്ന് കരുതി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി
ഇങ്ങോട്ട് വന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെക്കരുത്, മാതാവിനൊരു ടാസ്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കരുതി ഈ മാതാവിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് എനിക്കും പരീക്ഷിച്ചറിയണം. അങ്ങനെ ആ സാമ്പത്തിക തകർച്ച, കടബാധ്യത നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഭവനത്തെപ്പറ്റി ചിന്തിക്കുക പോലും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ആദ്യത്തെ നിയോഗം എനിക്കൊരു പുതിയ ഭവനം വേണം എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിലില്ല. 12 വർഷമായിട്ട് കുറിക്കമ്പനിയിലായിരുന്നു. ആ സമയത്ത് 5.5 ലക്ഷം രൂപ അടച്ചാലാണ് ആധാരം തിരിച്ചു കിട്ടുള്ളൂ. പുറത്ത് കടബാധ്യതയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ജോലിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിയോഗം വെച്ചത്. ഉടമ്പടി എടുത്തു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ബൈബിൾ വായിക്കും. ഞങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചു പോന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഡെങ്കിപ്പനി വരികയും ഡെങ്കിപ്പനി വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസം ഭയങ്കരമായിട്ട് പൈസ ചിലവ് വന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരി പൈസ ഇട്ട് എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അങ്ങനെ അഡ്മിറ്റായി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തെ തലഭാഗത്ത് തലവേദന വരികയും എൻ്റെ ഈ ഒരു വശം ഒരു ഭാഗത്തേക്ക് കോടി പോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഡെങ്കിപ്പനിക്ക് ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും എന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവരവിടെ നിന്ന് MRI സ്കാനിങ്ങിന് എമർജൻസി ആയിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ക്ഷമിക്കാതെ മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂറോ വിഭാഗത്തിലേക്കാണ് എന്നെ റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ വ്യക്തിക്ക് ന്യൂറോ വിഭാഗത്തിലാണ് ജോലി ജൂബിലി മിഷൻ ആശുപത്രിയിൽ. ഈ വ്യക്തിയോട് ഞാൻ പരിപൂർണമായി ക്ഷമിക്കാമെന്നും ആ വ്യക്തിയോട് സംസാരിക്കാമെന്നും ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. മാതാവിന് ഞാൻ വാക്ക് നൽകി, എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകൂ എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ഫലമായി എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ലാതെ പരിപൂർണമായി ഞാൻ സുഖം പ്രാപിച്ചു. ആ വ്യക്തി തന്നെ നേരിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു. പിന്നെ 2024 ഓഗസ്റ്റ് 25 12 വർഷമായിട്ട് കുറിക്കമ്പനിയിൽ ഇരുന്ന ആധാരത്തിന് 2 കേസുകളായിട്ട് ജപ്തി കടലാസ് വന്നു. ആദ്യത്തെ ഇത് 1.25 ലക്ഷം സെപ്റ്റംബർ 8 അടച്ചില്ലെങ്കിൽ ജപ്തി നേരിടുമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാളാണ്. കൃപാസന മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ജോസഫ് അച്ഛൻ പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 8 മാതാവേ എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ആധാരത്തിൻ്റെ ജപ്തി നടപടികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജപ്തി കടലാസും കൊണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനെ കാണാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം ആ ഭൂമിയിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 3 മണിക്ക് ഞാനും എൻ്റെ മക്കളും കരുണകൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടുന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ സ്കൂളിൽ നിന്നും ഒരു മാഷ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റിന് വന്നു. ആ മാഷ് ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ഈ ജപ്തി നോട്ടീസ് എടുത്തു കൊടുത്തു. അപ്പം സാറ് പറഞ്ഞു, എന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഈ കുറിക്കമ്പനിയിൽ പോയി അന്വേഷിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സെപ്റ്റംബർ 7 വൈകിട്ട് 4 മണിക്ക് മുൻപ് കുറിക്കമ്പനിയിൽ ഈ പൈസയെല്ലാം സെറ്റിൽ ചെയ്ത് എനിക്ക് മെസ്സേജ് വന്നു. കുറിക്കമ്പനിയിൽ നിന്ന് പൈസ എല്ലാം അടച്ചു, നിങ്ങൾക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ്. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനിയും ബാധ്യത 5 ലക്ഷത്തിൻ്റെ നിൽക്കണുണ്ട്, എനിക്ക് ഒരു ഭവനം പണിത് തരണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുന്നു. അങ്ങനെ ഇരിക്കെ ഡിസംബർ 25 ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു,
പുതിയതായി ഭവനം ആഗ്രഹിക്കുന്നവർ അപേക്ഷ വയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ അപ്പം 5-6 നിബന്ധനകളുണ്ട്. ആധാരത്തിന്മേൽ ബാധ്യത പാടില്ല. അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഈ വിളിച്ച് പറഞ്ഞ സമയം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് 5 ലക്ഷത്തിൻ്റെ ബാധ്യത മാത്രം എൻ്റെ കയ്യിലുള്ളൂ, എനിക്ക് പുതിയൊരു ഭവനം മാതാവെ നീ ഒരുക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ജനുവരി 10-ാം തീയതിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണം. അപ്പം ഞാൻ മാതാവേ എനിക്ക് 9-ാം തീയതിക്കുള്ളിലെങ്കിലും ഒരു വഴി തുറന്ന് തന്നാൽ ഞാൻ 10-ാം തീയതി അപേക്ഷ കൊടുക്കാം. അങ്ങനെ ഇരിക്കെ 9-ാം തീയതി എൻ്റെ മേമ വിളിച്ചിട്ട് ചോദിച്ചു, നീ അപേക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, 5 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടാനാ, ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. മേമ പറഞ്ഞു, എങ്ങനെയെങ്കിലും മോൾ അപേക്ഷ കൊടുത്തോ, എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്ക് അതിനുള്ള വഴി കാണണ്ടേ. അത് വിചാരിച്ച് ഞാനും കുറിക്കമ്പനിയിൽ പോയി അന്വേഷിച്ച് അവിടെ നിന്ന് അതൊക്കെ എഴുതി വന്നപ്പോൾ കൃത്യം 5 ലക്ഷത്തിലേക്ക് അവർ സെറ്റിൽമെൻറ്റ് ചെയ്തു. ഈ കടലാസ് അങ്ങനെ തന്നെ മേമയുടെ കയ്യിൽ കൊടുത്തു. മേമ പറഞ്ഞു, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല, മേമയുടെ ആധാരം കയ്യിലിരിക്കുന്നുണ്ട്, ആ ആധാരം നിനക്ക് തരാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. 15 ദിവസം കൊണ്ട് മേമയുടെ ആധാരം വെച്ച് പൈസ തന്ന് എൻ്റെ ആധാരം ജനുവരി 24-ാം തീയതി കുറിക്കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും അപേക്ഷ വെച്ച് എനിക്ക് പുതിയ ഭവനത്തിന് പള്ളിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 10-ാം തീയതി ഞങ്ങൾ വീട് മാറി, എനിക്ക് വീട് പണിത് സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന് ജപ്തിക്ക് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ഈ 8-ാം തീയതിക്ക് മുൻപ് എനിക്ക് പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായി പുതിയ വീട്ടിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെയും ഉടമ്പടി ജീവിതത്തിലൂടെയും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നന്നായി പഠിക്കുമെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയാൽ നടക്കില്ല. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ മരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അമ്മ മാതാവ് രക്ഷിക്കുമെന്ന ബോധ്യത്തിൽ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് സയൻസ് ഗ്രൂപ്പ് +2-ന് 99% മാർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും പഠിപ്പിക്കാൻ യാതൊരു വക നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും മാതാവേ, നന്നായി പഠിച്ചിട്ട് മോന് എൻട്രൻസിന് ചേരണമെന്ന ആഗ്രഹം, 1 ലക്ഷം രൂപയുടെ കോഴ്സാണ്, എങ്ങനെ പഠിപ്പിക്കും, അവന് ബ്രില്യൻറ്റിൽ തന്നെ ചേരണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു വഴിയില്ല, നീ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ചേടത്തി മുഖാന്തരം ഞങ്ങളുടെ മഠത്തിൽ നിന്ന് മദർ പറഞ്ഞ് എൻ്റെ മകനെ സ്പോൺസർ ചെയ്തു. 1 ലക്ഷം രൂപയുടെ കോഴ്സിൽ 60,000 രൂപ ബ്രില്യൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുകയും ബാക്കി 40,000 രൂപ മദർ അടച്ച് എൻ്റെ മകൻ ഇപ്പോൾ പാലാ ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. നിരവധി അനുഗ്രഹങ്ങൾ, കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടി. ഞങ്ങൾ മറ്റുള്ളവരോട് ഉടമ്പടിയുടെ കാര്യങ്ങളും കൃപാസന മാതാവിനെ പറ്റി പറയുമ്പോൾ എന്നെ പലവട്ടം കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, ഇത്രയധികം നിനക്ക് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എൻ്റെ ഒരു ജോലി ശരിയാവാത്തേന്ന്. ഇതിനിടയിൽ 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ 3 സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി. സാലറിയുടെ പ്രശ്നം കൊണ്ടും ആ സ്ഥാപനത്തിൽ ലാഭത്തിലല്ലാത്തത് കൊണ്ട് പലവിധ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് 2 മാസം 3 മാസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇതിനിടയിൽ എന്നോട് ഇങ്ങനെ ഒരാൾ കളിയാക്കി ചോദിച്ചു, ഇത്രയൊക്കെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്ന് പറയണോ, എൻ്റെ ജോലി മാത്രം കിട്ടാത്തതെന്ന്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, എൻ്റെ മാതാവിനറിയാം തക്ക സമയത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന്. അതിൻ്റെ ഫലമായി ജൂൺ 16-ാം തീയതി യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നിട്ടും ദുബായ് കമ്പനിയുടെ ജോലി ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോമായിട്ട് നല്ലൊരു സാലറിയോടെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. 3 മാസമായി ശമ്പളം പറ്റി. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ കൃപാസന മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു. കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബ സമ്മേളന യൂണിറ്റിൽ ഞാൻ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളോടും പൊതിച്ചോറ് വാങ്ങിച്ച് ഞാനും എൻ്റെ ചേച്ചിയും തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന അനാഥർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മരണം സംഭവിച്ച വീടുകളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും. പിന്നെ പള്ളികളിലെ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ സേവനം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് നിത്യ ബിൻഡോ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു.
ഞാനൊരു നഴ്സാണ്. ഞാനിപ്പം 19-ാം തീയതി ഓഗസ്റ്റ് 2024 ന്യൂസിലാൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി. ഞങ്ങളൊരു 10 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ന്യൂസിലാൻഡിൽ പോയത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പം ന്യൂസിലാൻഡിൽ ഗവൺമെൻറ് ജോബ് മൊത്തം ഫ്രീസ് ചെയ്തേക്കാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്, ജോബ് കിട്ടുമോ ഇല്ലയോ എന്ന് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയമാണ്. ക്യാബ് കോഴ്സ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, ഇത് ചെയ്തിട്ട് വല്ല ഫലം ഉണ്ടോ, ഓസ്ട്രേലിയയിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ 5 പേര് ഒരുമിച്ച് വീട്ടിൽ ഞങ്ങൾ നിന്നത്. ഞങ്ങൾ 5 പേരിൽ ഞങ്ങൾ 4 പേര് ക്രിസ്ത്യാനികളും ഒരാൾ മാത്രം ഒരു ഹിന്ദു ചേച്ചിയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഹിന്ദു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഈ വീട്ടിൽ എപ്പോഴും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ജപമാലയും ഒക്കെയാണ് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ മൊബൈലിൽ. അപ്പോൾ ഞങ്ങൾ ചെന്ന് 2-ാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടു ഫേസ്ബുക്കിൽ. മെഴുകുതിരിയിൽ ഒരു റോസാപ്പൂവ് വന്നിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു നമ്മുടെ കൃപാസനത്തിൻ്റെ മെഴുകുതിരിയിൽ. അപ്പോൾ ഇത് കണ്ടു ഞങ്ങൾ വിട്ടു. വൈകുന്നേരം ഈ ഹിന്ദു ചേച്ചി പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങളും വരാൻ ചേച്ചി എന്നും പറഞ്ഞു ഞങ്ങളെല്ലാവരും 5 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ഒരു ഏകദേശം ജപമാല തീരാറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ തുമ്പിങ്ങനെ വളഞ്ഞു വരുന്ന പോലെ കണ്ടു. ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങൾ തിരി ഊതാൻ വേണ്ടി ചെന്നപ്പോഴാണ് നല്ലൊരു റെഡ് കളറിൽ ഒരു ഹാർട്ട്, നല്ല ജ്വലിക്കുന്ന ഹാർട്ട്. അതെനിക്കിവിടെ എത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, കാരണം അത്രയും ഭംഗിയുള്ളൊരു ഹാർട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുവാണ്. അപ്പം ഞങ്ങളത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴും അറിയാമല്ലോ എല്ലാവരും ഇംഗ്ലീഷുകാരെ മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ വഴിയിൽ 2 മലയാളി നഴ്സുമാർ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് വർത്തമാനം പറഞ്ഞപ്പം ഞങ്ങൾ തലേദിവസത്തെ ഒരു ഞങ്ങളുടെ അനുഭവം അവരോട് പറഞ്ഞു. കാരണം അവരുടെ കയ്യിൽ കൃപാസനത്തിൻ്റെ കാശുരൂപം ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുക, ഇപ്പോൾ ഇതല്ലേ പറ്റുള്ളൂ, നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ വീട്ടിൽ ചെന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ബാക്കി 4 പേരും ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാനിട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 16 എന്ന് പറഞ്ഞ ഡേറ്റാണ്. ഞങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് പോയത്. 6 മാസമാണ് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജനുവരി 16 തീയതിക്കുള്ളിൽ എനിക്കൊരു ജോലി വേണം ഈശോയെ മാതാവി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂവും കഴിയുമ്പോൾ കരയാൻ മാത്രമേ നേരമുള്ളൂ. ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം ആ ഒരു സിറ്റുവേഷൻ. ഇതൊക്കെ കഴിഞ്ഞു. ജനുവരി 8-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനതിന് പാസ്സായി. അതുപോലെ ഞങ്ങൾ എപ്പോഴും ഈ ജപമാല ഞങ്ങൾ മുടക്കാതെ എത്ര നേരം വൈകിയാലും ഞങ്ങൾ ജപമാല ഞങ്ങൾ മുടക്കിയായിരുന്നില്ല. നമ്മൾ കാലത്തെ 5:30 പ്രാർത്ഥനയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൂടിയുള്ള ചേച്ചിയുടെ മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ദിവസവും പല അടയാളങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മാതാവിൻ്റെ പല രൂപങ്ങൾ, റോസാപ്പൂവ്, ഹാർട്ട്, പിന്നെ ഈ മെഴുകുതിരി ഉരുകി വരുമ്പം സൈഡിൽ മാതാവിൻ്റെ രൂപം. ഇതൊക്കെ എൻ്റെ ഒരു മൊബൈലിൽ ഒരു സ്റ്റോറേജ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഫോട്ടോ എടുത്ത്. അതുമാതിരി അത്ഭുതങ്ങളാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്തായിരുന്നാലും എനിക്കൊരു ജോലി കിട്ടി. അതുപോലെ നമ്മുടെ അഖണ്ഡ ജപമാലയുടെ ദിവസം ജപമാല ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ 10 പേര് ഒരുമിച്ച് പോയൊരു ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ഗോഡ്സ് ഏഞ്ചൽസ് മരിയൻ വിങ്സ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്ത് ഞങ്ങളെല്ലാവരും ജപമാല എത്തിക്കുമായിരുന്നു. പലരും പല സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾക്ക് അന്ന് വന്ന ഒരു അടയാളമാണ് ഒരു M എന്ന് പറഞ്ഞ ലെറ്റർ, തിരിയിലാണ് കേട്ടോ, M എന്ന് പറഞ്ഞ ലെറ്ററും പിന്നെ ഒരു 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഖ്യയും വന്നു. അതെന്താണെന്ന് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്തു. ഞങ്ങൾ 10 പേരിൽ 5 പേർക്ക് ജോലി റെഡിയായി. അതിൽ 2 പേര് ന്യൂസിലാൻഡിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വന്ന് ഈ 10 പേരിൽ തന്നെ ഒരാളും കൂടി എൻ്റെ കൂടെ നാളെ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഒരാൾക്കും കൂടി ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും 1000 നന്ദി. ഇത്രയും വലിയൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തന്ന് അനുഗ്രഹിച്ച മാതാവിനും
തിരുക്കുമാറിനും 1000 നന്ദി. താങ്ക് യു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ന്യൂസിലാൻഡിലായിരിക്കുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങളെക്കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ ലാൻഡ് ലോണറിൻ്റെ വീട്ടിൽ അവർ പ്രായമായവരാണ്. അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ, വീട്ടിൽ ചെറിയ ചെറിയ സഹായങ്ങൾ പറ്റാവുന്നതൊക്കെ അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ സഹായിച്ചായിരുന്നു. പിന്നെ കുർബാന, കുമ്പസാരം അതൊന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല. അവിടെയെന്ന് പറഞ്ഞാലും മലയാളം പള്ളിയുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പോൾ അവിടെ കുർബാനയാണെങ്കിലും കുമ്പസാരാണെങ്കിലും ഒന്നും ഞങ്ങൾ സൺഡേസിലൊക്കെ പോയി മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഇന്നിപ്പോൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാശുരൂപം വെച്ചിട്ട് ഞങ്ങൾ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് കാരണം പറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ വിറയൊന്നും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ ഇൻ്റർവ്യൂ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലൊക്കെ CV കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ഉപ്പ് ഞങ്ങളെടുത്ത് കയ്യിൽ പിടിക്കും. അതുപോലെ കാശുരൂപം നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുക, എല്ലാവരും ഇങ്ങനെ മാറി മാറി കയ്യിൽ പിടിക്കും. കാരണം ഒരു കാശുരൂപേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് മാറി മാറി കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ CV കൊടുക്കാൻ പോവുക. എന്തായാലും ഞങ്ങൾക്കൊരു ജോലി ദേവമാതാവ് തന്നു. ഇനി ബാക്കിയുള്ളവർക്കും കൂടി ജോലി എത്രയും വേഗം കിട്ടട്ടെ. ഇത് ന്യൂസിലാൻഡിലേക്ക് വരാനിരിക്കുന്നവരും അതുപോലെ തന്നെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. എല്ലാവർക്കും ദേവമാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക, ഭക്തിയിൽ നിലനിൽക്കുക.